നമുക്കൊരു സ്കിൻ വൈറ്റനിങ് സിറം പരിചയപ്പെട്ടാലോ. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് സിറമാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ആൻറ്റി ഏജിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിറമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല രീതിയിലുള്ള സിറവും പാക്കും എല്ലാം നമ്മൾ ഒരുപാട് പാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് സിറമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഞാൻ പറയുന്നതെല്ലാം ചെയ്ത് നല്ല റിസൾട്ടാണെന്ന് എന്നെ അറിയിക്കാറുമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഇന്ന് സിറം മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഒരു പാക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ സ്കിൻ സൂപ്പറായിരിക്കും. അത് മാത്രമല്ല ഈ ഒരു സിറം എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക്, എസ്പെഷ്യലി പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഒരു രീതിയിലുള്ള കെമിക്കലോ ഒന്നും തന്നെ ഇല്ല. 100% നാച്ചുറൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഈ സിറം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കാം കേട്ടോ. നമ്മൾ എല്ലായ്പ്പോഴും ആഴ്ചയിൽ ഇപ്പോൾ ഞാൻ പല രീതിയിലുള്ള പാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതായത് ഇപ്പോൾ നല്ല ചൂട് സമയമൊക്കെയാണ്, സ്കിൻ ഭയങ്കര ടാനൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാക്കും കൂടിയാണ്. അപ്പോൾ അത് പാക്ക് എങ്ങനെയാണ് എന്ത് പാക്കാണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മുടെ സ്കിൻ എപ്പോഴും ഒന്ന് സ്റ്റീം എടുക്കുന്നത് നല്ലതാണ്. സ്റ്റീമിന് മുമ്പായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുക ഫേസ്. ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ആദ്യം ഒന്ന് ക്ലെൻസർ ഇട്ട് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുക. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ ഫേസ് ഒന്ന് നനച്ച് കൊടുക്കുക, ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു പാക്ക് ഇടുക എന്ന് ചെയ്യരുത്. നമ്മൾ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ, അതായത് സെബം, ഇതെല്ലാം ക്ലിയർ ചെയ്ത് അതിനാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പാക്ക് ഇടാനായിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നിങ്ങൾ ക്ലെൻസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം എടുക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റീം എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് സ്റ്റീമർ, അത് മതി. സ്റ്റീം വെച്ചിട്ട് നമ്മൾ ഫേസിലേക്ക് ഒന്ന് കൊടുക്കുക. അത് നമുക്ക് ശരിക്കും ഒരുപാട് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളെല്ലാം പുറത്ത് വരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേ ഡെഡ് സെൽസിനെയൊക്കെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഡീപ്പായിട്ടുള്ള ഒരു എക്സ്ഫോലിയേഷൻ നടക്കും. അപ്പോൾ നമ്മൾ സ്കിന്നിൽ, കാരണം ഇതെല്ലാം അടിഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഈ അണീവണം ഇങ്ങനെയൊക്കെ ആയി മാറുന്നത്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഫേസിന് സ്റ്റീം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ സ്റ്റീം എടുക്കുക. സോ അതിനുശേഷം ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. പിന്നെ ഓവർ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സ്റ്റീം കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്കിൻ ഭയങ്കര റെഡിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ അതും കൂടി ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു പാക്ക് യൂസ് ചെയ്യാം. പാക്കിനായിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത് കുറച്ച് കടലമാവ് എടുക്കുക, 1 സ്പൂൺ കടലമാവ്, അതിലേക്ക് അത്രയും അളവിൽ തൈര് എടുക്കുക, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ്. കറക്റ്റായിട്ട് എപ്പോഴും നമ്മൾ ഓരോന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലെൻസ് ചെയ്ത ഫേസിൽ നമ്മൾ സ്റ്റീമൊക്കെ കൊടുത്ത് എക്സ്ഫോലിയേഷൻ നടന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പാക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് തിക്കായിട്ട് നമ്മൾ ഭയങ്കര, ചിലവർക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ ഭയങ്കര കട്ടിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണെന്ന്. അങ്ങനെയല്ല, പാക്ക് ഒത്തിരി കട്ടിയിൽ ഇടരുത്, എന്നാൽ ഒത്തിരി തിന്നുമല്ല. ഒരു മീഡിയം ലെവലിൽ വേണം ആ ഒരു ലെയർ നമ്മൾ അപ്ലൈ ചെയ്ത് വരാനായിട്ട്. നമ്മൾ ഹെയർ ലൈൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പാക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് തോന്നുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഹെയർ ലൈൻസിൻ്റെ അനുസരിച്ച് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഫോർഹെഡ് ഏരിയയിലെല്ലാം ഇങ്ങനെയായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ആ ഒരു ഏരിയയിൽ പാക്ക് അപ്ലൈ ചെയ്യുക. ദെൻ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫേസ് നമ്മൾ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുക. വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ. ഒരു മിനിറ്റെങ്കിലും എടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഇനി പറയാൻ പോകുന്ന ഒരു സിറമാണ്. നിങ്ങൾ ഇത് മാത്രമായിട്ട് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ സ്കിന്നിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലത്തെ പാക്കുകളൊക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും ഉച്ച സമയത്തൊന്നും ചെയ്യരുത്. ഒന്നെങ്കിലും മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് പാക്ക് ഇടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോൾ കാരണം അത്രയും ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉച്ച നേരത്ത് നമ്മളത് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇവിടെ പറഞ്ഞ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ എല്ലാ ഷോപ്പിലും കിട്ടും. 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് മറക്കരുത്. നമ്മൾ കിച്ചണിലുള്ള മഞ്ഞൾപ്പൊടി അല്ല എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുവാണ് കേട്ടോ. അത് ചെയ്യാം. ഇനി അടുത്തത് നമ്മളൊരു
സീറമാണ്. ഞാൻ പറഞ്ഞ പോലെ സ്കിൻ വൈറ്റനിങ് സീറം അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് എനിക്കറിയാം പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഭയങ്കര ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് ആ ഒരു പ്രശ്നമുള്ള ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. കാരണം ഞാനിപ്പോൾ ഒരുപാട് പേരുടെ ഫേസ് നമ്മൾ കാണുന്നുണ്ട്, കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് മറ്റേ സ്കിന്നിൻ്റെ ആ ഒരു കൂടുതൽ ആൾക്കാരിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷനാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയറോ കാര്യങ്ങളോ ചെയ്യാത്തത് കൊണ്ടും കറക്റ്റായിട്ട് നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളൊരു പ്രായം കഴിഞ്ഞ്, അതായത് ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. 30 വയസ്സാകണമെന്നില്ല കേട്ടോ, അതിന് മുമ്പേ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. നല്ലതാണ് സ്കിന്നിന്. നമ്മൾ സ്കിൻ മെച്ചോർഡായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു റൊട്ടീനായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് ആ സമയത്ത് ചെയ്യാൻ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ 30 വയസ്സെന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം. നമുക്ക് തോന്നും നമ്മൾ 45-50 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഒരു എന്താ പറയുക, നാച്ചുറലായിട്ട് തന്നെ സ്കിന്നിൽ റിങ്കിൾസ് വരുവാണ്, പിഗ്മെൻറ്റേഷൻ വരുവാണ്, ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അങ്ങനെ ഒരിക്കലും ഇല്ല. നമ്മൾ ചെയ്യാത്തതിൻ്റെ പ്രശ്നത്തിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ആഫ്റ്റർ 40s നമ്മളുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഒരു 30ൽ നമ്മൾ നിർബന്ധമായിട്ടും മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മളൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് 45, 55, 65 വയസ്സ് കഴിഞ്ഞ് നമ്മൾ സ്കിന്നിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ക്ലിയർ ആയിരിക്കും സ്കിന്ന്. അപ്പോൾ മുമ്പത്തെ കാലത്ത് നമുക്ക് അറിയില്ല സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നോ അറിയില്ല. ഇന്ന് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് വേണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ് എന്നറിയാത്തത് കൊണ്ട് പല ആൾക്കാർക്കും ഇത് ചെയ്യാനൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ ഓരോ സ്കിന്നിന് അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അല്ലെങ്കിൽ എന്താ പറയുക സ്കിന്നിൽ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടൊന്നും ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ, നമ്മളിപ്പോൾ എന്ത് ഹോം കെയർ ചെയ്താലും സ്കിൻ കെയർ എന്നുള്ളത് മസ്റ്റാണ്. സ്കിൻ കെയർ ചെയ്യാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. 100% ഞാൻ ഗ്യാരണ്ടി പറയാം. സ്കിൻ കെയർ ഇല്ലാതെ നിങ്ങൾ വീട്ടിൽ നമ്മൾ പാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു ഫുഡ് കഴിക്കുന്നു, അതിൻ്റെ കൂടെ സപ്ലിമെൻ്റ് എടുക്കാമെന്ന് പറഞ്ഞ പോലെയാണ്. ഇതിൽ നിന്ന് കിട്ടാത്തത് നമ്മൾ അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ പോലെയാണ് ഇത്. നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ബേസ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഒത്തിരി നാച്ചുറലായിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും. പക്ഷേ സ്കിൻ കെയർ ചെയ്യാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ പലരും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പോയാലും നമ്മളൊരു സൺസ്ക്രീൻ മേടിക്കുന്നത് കുറച്ച് നാൾ യൂസ് ചെയ്യുന്നത് അവിടെ ഇടും. പക്ഷേ അതാണോ ശരിക്കും വേണ്ടത് ചിന്തിച്ച് നോക്കുക. കാരണം നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് ഒരു റൊട്ടീൻ അറിയണം. നമ്മളുടെ സ്കിൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, എനിക്ക് എന്ത് വേണം, എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിയണം. അപ്പോൾ അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ ഉള്ള എന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതും ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ചുമ്മാ നമ്മൾ കുറച്ച് നാളത്തേക്ക് സ്കിന്നൊന്നും ബ്രൈറ്റ് ആവുക എന്നുള്ളതല്ല. ലൈഫ് ടൈമിലേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീനാണ് ഞാനിവിടെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ സ്കിൻ നോക്കി കൺസൾട്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരും. അതങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാം തന്നെ നമ്മൾ വീഡിയോ കോൾ വഴി കാണിച്ചു തരും. ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് 100% ഗ്യാരൻറ്റിയാണ്. 3 മാസം കൊണ്ട് നമ്മൾ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമോ എന്താണെങ്കിലും എല്ലാം തന്നെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ അറിയില്ല, സ്കിൻ കെയർ പ്രോപ്പറായിട്ട് അറിയണം, സ്കിൻ ക്ലിയർ ആവണം, ക്ലിയർ സ്കിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. 5000 റുപ്പീസ് 3 മാസത്തേക്ക് എൻ്റെ ഫീ ആണ്. സോ അത് ഞാൻ ആദ്യം തന്നെ പറയുവാണ്. അപ്പോൾ അതറിയാതെ വെറുതെ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റും റൊട്ടീനും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സിറം തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമ്മുടെ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് ഇരട്ടി മധുരം ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ഇരട്ടി മധുരം എടുക്കാം. സോ അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ നമ്മൾ ജാതിക്ക പൗഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നമ്മൾ റോസ് വാട്ടർ എടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ നമ്മൾ എന്തെടുത്തു, ജാതിക്ക പൗഡറും 1/2 ടീസ്പൂൺ നമ്മളുടെ ഇരട്ടി മധുരവും, അതിലേക്ക് 2 സ്പൂൺ നമ്മൾ
നമ്മളുടെ റോസ് വാട്ടറും എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ അതൊന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് അതിലേക്ക് ഇത് ഒഴിച്ച്, അപ്പോൾ നമുക്ക് 1 സ്പൂൺ 1.5 സ്പൂൺ ജ്യൂസായിട്ടായിരിക്കും നമുക്കിത് പിഴിയുമ്പോൾ കിട്ടുന്നത്. ആ ജ്യൂസിലേക്ക് ഒരു പിഴിഞ്ഞെടുക്കുക കേട്ടോ. വൈറ്റ് ക്ലോത്തിൽ, നല്ല വൃത്തിയുള്ള ക്ലോത്തിൽ പിഴിഞ്ഞെടുക്കുക. ദെൻ അത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ആ ബൗളിലേക്ക് നമ്മൾ കുറച്ച് അലോവേറ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ അലോവേറ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നമ്മളുടെ ഗ്ലിസറിൻ ആഡ് ചെയ്തു. നന്നായിട്ട് ആദ്യം അലോവേറ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക. സ്കിൻ ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിവാക്കാം. അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ നമ്മൾ ഒരു ക്യാപ്സ്യൂൾ എടുത്താൽ മതി, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ദെൻ എല്ലാ ദിവസവും നൈറ്റ് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നൈറ്റ് ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈവനിങ് ടൈമിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ½ അവർ വെച്ചിട്ട് വാഷ് ചെയ്താലും കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നൈറ്റ് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മോർണിംഗിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് സ്കിന്നിന് കിട്ടുന്നത്. പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ആയുർവേദിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുന്നതാണ്. ഇരട്ടി മധുരമാണെങ്കിലും ശരി, അതോ ജാതിക്ക പൗഡർ, ഇതെല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. റോസ് വാട്ടർ നല്ല ബ്രാൻഡ് എടുക്കുക. 2 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് അലോവേറ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അത് നമുക്കൊരു സിറം ടൈപ്പിൽ തന്നെ ഒരു 5 ഡ്രോപ്സ് കൊടുത്താൽ മതിയെ. സ്കിന്നിന് ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്യുക. ഒരു 5 ഡ്രോപ്പ് ഇത് ഫേസിൽ ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 2 3 4 ദെൻ 5 ഏകദേശം ഒരു 5 ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 4 to 5 ഡ്രോപ്സ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം രാവിലെ വരെ അപ്ലൈ വച്ചാലും നമുക്ക് കുഴപ്പമില്ല. അത് ബുദ്ധിമുട്ടുള്ളവർ ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പറയുകയാണ്, സ്കിൻ കെയർ മസ്റ്റാണ്. അപ്പോൾ സ്കിൻ കെയർ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുണ്ടാവും. 3 മാസത്തെ നമ്മളുടെ ഈ ഒരു ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിന്നിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ, മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേര് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഭയങ്കര റിസൾട്ട് ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്, അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ചില കമൻസിന് എനിക്ക് എപ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. ഓരോ വീഡിയോസിലും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.